പോപ്പി വേഗം വാ, നമുക്ക് കളിക്കാൻ പോണം. ഇനി സമയമില്ല തീരെ. അവിടെ ആ നൊബിയുടെ റിച്ച് കിഡ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം അവിടത്തേക്ക് പോണം, ഇല്ലെങ്കിൽ അവര് രണ്ടാളും നമ്മളെ കൂട്ടാതെ കളിക്കാൻ പോകും. ഷിഞ്ചൻ ഒന്ന് പതുക്കെ പോ, ഞാനും വരുന്നു. എടാ പോപ്പി സമയമില്ലെന്നല്ലോ നിന്നോട് പറഞ്ഞേ. എടാ പോപ്പി ഇവിടെ എന്താടാ കാണുന്നത്? കുറെ കണ്ടെയ്നേഴ്സ്. എടാ ഇതെന്താ സംഭവം? വീടിന്റെ പൊക്കത്തൊക്കെ ഉണ്ടല്ലോ ഇത്. എടാ ഇതെന്താ സംഭവം? ഞാൻ പോയിട്ട് ബെണ്ണിയോട് പറയട്ടെ. നമ്മുടെ വീടിന്റെ മുന്നിൽ കണ്ടെയ്നറോ? എന്നാൽ ഇതെങ്ങനെ ഇവിടെ വന്നത്? ബണ്ണി ഒന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, ഞാനൊരു സംഭവം കാണിച്ചു തരാം. എടാ ഷിഞ്ചൻ ഇങ്ങനെ നീ നിലവിളിക്കണ്ട, എന്താണെങ്കിലും അത് പറഞ്ഞാൽ മതിയടാ. ബെന്നി അത് പിന്നെ നമ്മുടെ വീടിന്റെ മുന്നിൽ കുറെ കണ്ടെയ്നർ വന്നിട്ടുണ്ട്. അതെങ്ങനെ വന്നേന്ന് എനിക്കറിയത്തില്ല. എന്താടാ കണ്ടെയ്നർ വന്നെന്നാ നീ പറയുന്നത്? നമ്മളെ ട്രക്കിലൊക്കെ പോകുന്ന സാധനമാണോ? ആ ബെന്നി അത് തന്നെ, നമ്മുടെ വീടിന്റെ പൊക്കത്ത് വരെ അത് വെച്ചിട്ടുണ്ട്. എടാ എന്താടാ വീടിന്റെ പൊക്കത്ത് വരെ കണ്ടെയ്നർ ഉണ്ടെന്നാ? എടാ അതെങ്ങനെ പറ്റൂ? വീടിന്റെ പൊക്കത്തൊക്കെ കണ്ടെയ്നർ വെക്കണമെങ്കിൽ നല്ല പണിയാണല്ലോ. ഇതവരുടെ നമ്മുടെ വീടിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ വെച്ചത്. എന്തായാലും പോയിട്ട് നോക്കാം. ഷിഞ്ചനെ ആണെങ്കിൽ വിശ്വസിക്കാനും പറ്റില്ല. എടാ ശരിയാണല്ലോ ഷിഞ്ചൻ പറഞ്ഞത്, ഇവിടെ മുഴുവൻ കണ്ടെയ്നേഴ്സാ. അതുമല്ല അതിൽ ഓരോന്നിലും ഓരോ ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ചിത്രങ്ങളും ഉണ്ട്. എടാ ഷിഞ്ചന നീ പറഞ്ഞത് ശരിയാണല്ലോ. എടാ മുകളിൽ എന്താ കാണുന്നത്? മുകളിൽ 2 കണ്ടെയ്നേഴ്സ് ഉണ്ട്. ഇത് ആക്ഷൻ ക്യാമറല്ലേ? അതെ. എടാ ഷിഞ്ചന നിന്റെ പ്രിയപ്പെട്ട പേഴ്സൺ ഇതാ ഇവിടെ. പിന്നെ ഇതാരാ? എടാ ഇത് ഐഷോ സ്പീഡല്ലേ? എടാ ഇവരുടെയൊക്കെ പിക്ക് വെച്ചിട്ട് ഈ കണ്ടെയ്നേഴ്സ് എന്തിന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? അതെനിക്ക് മനസ്സിലാവാത്തത്. ഇതിൽ ഓരോന്നിലും ഉള്ളത് ഇതാര്? റൊണാൾഡോ, മെസ്സി, പിന്നെ നെയ്മർ, എംബാപ്പെ, ഹാളൻഡ്. എടാ ഇത്രയും ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ പിക്ക് വെച്ച ഈ കണ്ടെയ്നേഴ്സ് എന്തിനാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് ബോക്സ് ആയിരിക്കും. ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് ഇവരൊക്കെ ഗിഫ്റ്റ് തന്നതാണെങ്കിൽ. എടാ അങ്ങനെയാണെങ്കിൽ ഗിഫ്റ്റ് കണ്ടെയ്നർ ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണ്ടേ? ഞാൻ ആദ്യം റൊണാൾഡോയുടെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യട്ടെ. അതുകൊണ്ട് ആദ്യം ഇവിടെ ഒരു ബ്ലാസ്റ്റർ ഇരിക്കട്ടെ. പിന്നെ വേണ്ടത് ഇവിടെ അടിയിലൊരു ബ്ലാസ്റ്റർ വേണം, ഇല്ലെങ്കിൽ ഓപ്പൺ ചെയ്തില്ലെങ്കിലോ. പിന്നെ ഈ സൈഡിൽ ഒരു ബ്ലാസ്റ്റർ കൊടുക്കാം. എടാ ഷിഞ്ചാനെ ബ്ലാസ്റ്റർ 3 കൊടുത്തിട്ടുണ്ട്. ഇനി വേഗം എന്റെ ബാക്കിൽ വന്നോ, ഇല്ലെങ്കിൽ നമ്മളും തവിടുപൊടിയാവും. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ആ പോപ്പിയാണ് അവിടെ തന്നെ നിൽക്കുന്നത്. എടാ പോപ്പി മര്യാദക്ക് ഇങ്ങോട്ടേക്ക് വന്നോ, ഇല്ലെങ്കിൽ നീയും കൂടി ബ്ലാസ്റ്റ് ആവുക. അയ്യോ ഞാനും ബ്ലാസ്റ്റ് ആവുന്ന. എന്നാ ഞാനിത് എവിടെ എത്തി? എടാ ഷിഞ്ചാനെ പോപ്പി എനിക്ക് തോന്നുന്നത് കണ്ടെയ്നർ ഓപ്പൺ ആയിന്നാ. എടാ ഓപ്പൺ ആയി, ശരിയാ. എടാ ഇതിലൊരു സ്പോർട്സ് കാർ ഉണ്ടല്ലോ. എടാ ഈ ഒരു കാറാണ് നമ്മുടെ പോർഷയുടെ 911 പോലെ ഉണ്ടല്ലോ അല്ലേ? ഓക്കെ എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു കാർ കിട്ടിയല്ലോ, അത് മതി. ഇനി അടുത്തത് ഇതുപോലെ എന്തെങ്കിലും നല്ല കാർ കിട്ടിയാൽ മതിയായിരുന്നു. എടാ ഷിഞ്ചാനെ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് അപ്പുറം വെക്കട്ടെ. എന്റെ പൊന്നു പോപ്പി ഞാൻ എവിടെയും പോകുന്നില്ല. ഈ കാർ എടുത്തിട്ട് ഞാൻ അപ്പുറം കൊണ്ടുപോയി വെക്കാനായി പോകുന്നത്. ഇവിടെ വെച്ചിട്ട് നമ്മൾ ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ഈ കാറും കൂടെ ബ്ലാസ്റ്റ് ആവും. അതുകൊണ്ട് ഈ കാർ എടുത്തിട്ട് ഇവിടെ വെക്കാൻ വന്നതാ. എന്റെ മോനെ ഇവനെ കൊണ്ട് എവിടെയും പോകാൻ പറ്റാത്തത് പോലെയല്ല. ഇറങ്ങിക്കോടെ പോപ്പി, അടുത്ത നമുക്ക് ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചോ. ഓക്കെ ഷിഞ്ചാനെ പോപ്പി, അടുത്തത് ഞാൻ ഇനി 2 കൂടി ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ ഓപ്പൺ ചെയ്തോ. ഓക്കെ ഞാൻ അടുത്തത് മെസ്സിയുടെ ഓപ്പൺ ചെയ്യാം. മെസ്സിൻ്റെ ഏതെങ്കിലും നല്ല കാർ ഉണ്ടായിരിക്കണേ. കാറോ ഇല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള എന്തെങ്കിലും മതി, ഗോൾഡോ അങ്ങനെ എന്തെങ്കിലും. ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, പിന്നെ ഒന്ന് ഈ സൈഡിൽ ഇരിക്കട്ടെ, പിന്നെ ഒന്നും കൂടിയും വേണം, ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ അങ്ങനെ 3 വെച്ചിട്ടുണ്ട്. എടാ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, ഈ കാർ ഇവിടുന്ന് എടുത്ത് മാറ്റണോ, ഇല്ലെങ്കിൽ ഇതും കൂടിയും ബ്ലാസ്റ്റ് ആവും കൂടെ. ഇനി ഈ കാർ എടുത്തിട്ട് ഇവിടെ വെക്കാം. ഇനി ഒരു സാധനം കൂടിയും വെക്കാനുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ബൈക്ക്. എത്ര വലിയ കാർ കിട്ടിയാലും ഈ ബൈക്കും കാറും കഴിഞ്ഞിട്ട് എനിക്ക് മറ്റെന്തുള്ളൂ. എടാ ഷിഞ്ചാൻ നീ ഇവിടെ തന്നെ നിൽക്ക്. ഓക്കെ അങ്ങനെ ഈ ബൈക്ക് എടുത്തിട്ട് കാറിന്റെ കൂടെ തന്നെ വെച്ചു. ഇനി നമുക്ക് അടുത്തത് മെസ്സിയെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ എടാ ഷിഞ്ചാനെ പോപ്പി നിങ്ങൾ രണ്ടാലും കൂടി ഇല്ലേ? ഓക്കെ ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ, ഇങ്ങോട്ടേക്ക് നിൽക്കാം. ഓക്കെ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ അങ്ങനെ നമ്മുടെ മെസ്സിയുടെ കണ്ടെയ്നറും ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. എടാ അവിടെയുള്ളത് ഒരു കാറാണല്ലോ. ഓക്കെ മെസ്സിൻ്റെ നമുക്കൊരു കാറാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അപ്പോൾ 2 സ്പോർട്സ് കാറായി, ഇതും സ്പോർട്സ് കാറാണ്. എടാ ഈ കാറിന്റെ മോഡൽ കണ്ടിട്ട് എനിക്ക് ഏത് മോഡലാണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഏതോ നല്ല സ്പോർട്സ് കാറാണ്. എടാ പോപ്പി ഞാൻ അവിടം വരെ പോകുന്നുള്ളൂ നിനക്ക് അറിയില്ലടാ. ഓക്കെ അങ്ങനെ നമ്മുടെ കാർ കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ചു. അങ്ങനെ 2 കാറായി, ഒരു റെഡും ഒരു ബ്ലാക്കും. എടാ ഷിഞ്ചൻ അത് പറ്റില്ല, ഇനി എനിക്ക് ഒരു കണ്ടെയ്നറും കൂടി ഓപ്പൺ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടാളും കൂടിയും എല്ലാ കണ്ടെയ്നറും ഓപ്പൺ ചെയ്തു. ഓക്കെ ഞാനിനി ഈ നെയ്മറിന്റെ കണ്ടെയ്നറും കൂടി ഓപ്പൺ ചെയ്യാൻ പോവുക. ഓക്കെ ഇതിൽ എവിടെയൊക്കെ ബ്ലാസ്റ്റർ വെക്കണം? ഒന്ന് ഇവിടെ വെക്കാം, ഒന്ന് അതിന്റെ താഴെ നിലത്ത് വിടണം, എന്നാലേ താഴെ നിന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ഒന്ന് ഇവിടെ ഇട്ട് പിന്നെ ഒന്ന് ഈ സൈഡിലും വെച്ച്. എടാ ഷിഞ്ചാനെ പോപ്പി ഇനി അധികം ഇവിടെ നിൽക്കണ്ട, വേഗം വാ, ഇത് ബ്ലാസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമുള്ളൂ. എടാ പോപ്പി വേഗം ഇങ്ങോട്ടേക്ക് വാടാ. എനിക്കും കണ്ടെയ്നർ ഓപ്പൺ ചെയ്യണം. എടാ നീയും കണ്ടെയ്നർ ഓപ്പൺ ചെയ്തോ? ഓക്കെ അതും ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നെയ്മറിൻ്റെ കണ്ടെയ്നർ ഓപ്പൺ ചെയ്തു. എടാ ഇതിന് കുറച്ച് നല്ല വലിയ കാറാണല്ലോ ഉള്ളത്. എടാ ഇത് കാണാൻ ഏകദേശം റോൾസ് റോയ്സിൻ്റെ കട്ടൊക്കെ ഉണ്ട്, പക്ഷെ റോൾസ് റോയ്സ് അല്ല. ഓക്കെ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. ഓക്കെ കിട്ടിയതിൽ വെച്ച് 4 സീറ്റർ കാർ ഇതാണ്. ഇതിനെ സ്പോർട്സ് കാർ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലക്ഷറി ടൈപ്പ് കാർ. ഓക്കെ സ്പോർട്സ് കാർ നമുക്ക് മുൻപേ കിട്ടിയത് 2. എടാ ഷിഞ്ചാൻ ഇത് ഞാൻ അവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. ഓക്കെ അങ്ങനെ എനിക്ക് 3 കാർ കിട്ടി. ഞാൻ ഓപ്പൺ ചെയ്തത് കൊണ്ട് അത് 3 എനിക്ക്. എടാ ഷിഞ്ചാൻ ഇനി നിങ്ങൾ ഓപ്പൺ ചെയ്തോ,
നിങ്ങൾ ആരോ ഓപ്പൺ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ രണ്ടാളും ഡിസൈഡ് ചെയ്തോ. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത് നിങ്ങളെടുത്തോ. ഓക്കെ, എനിക്ക് കിട്ടുന്നത് ഞാൻ എടുക്കും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് മുമ്പേ പറഞ്ഞത്, എന്നിട്ടാ പോപ്പി പറഞ്ഞത്. ഓക്കെ, ഞാൻ ഈ എംബാപ്പയുടെ തുറക്കണോ അല്ലെങ്കിൽ ഹാളൻഡിന്റെ തുറക്കണോ? ഓക്കെ, ആദ്യം തന്നെ ഈ എംബാപ്പയുടെ കണ്ടെയ്നർ തുറക്കാം. എടാ ഷിൻജാനെ നോക്കിയൊക്കെ വെക്ക്. ഓക്കെ, ഞാൻ ഇവിടെ ഒരു ബ്ലാസ്റ്റർ വെച്ചു. പിന്നെ ഇവിടെ വെക്കണോ? വേണ്ട, ഇവിടെ വെക്കണ്ട, ഈ സൈഡിലായിട്ട് വെക്കാം. ഇവിടെ ഒന്നിരിക്കട്ടെ. പിന്നെ ഒന്നും കൂടി ഈ റൈറ്റ് സൈഡിൽ വെക്കണം എന്ന് എനിക്ക് തോന്നുന്നത്, എന്നാലേ പെട്ടെന്ന് ഓപ്പൺ ചെയ്യൂ. എടാ ഷിൻജാനെ നീ വെച്ചെടുത്ത് തന്നെ എന്തിനാടാ വെക്കുന്നത്? മതി വെച്ചത്. എന്നാ ഓക്കെ, ഞാൻ വെച്ചു കഴിഞ്ഞു. എല്ലാരും ഇങ്ങോട്ടേക്ക് വന്നോ, ഇല്ലെങ്കിൽ ഇപ്പം ബ്ലാസ്റ്റ് ചെയ്യും. വേഗം ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്ക്. എടാ ഷിൻജാനെ നീ ബ്ലാസ്റ്റ് വെക്കുന്നത് തീരെ ശരിയല്ല. അങ്ങനെയൊന്നല്ല വെക്കേണ്ടത്. എടാ മൂന്ന് സൈഡിലാക്കിയിട്ട് വെക്കണം. ഓക്കെ, എന്തായാലും അത് ബ്ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി പൊട്ടോ നോക്കാം. പിന്നെ ഞാൻ വെച്ചത് ശരി തന്നെയാ. എനിക്കൊരു കാറ് കിട്ടിയിട്ടുണ്ട്. എടാ, ഇത് മിനി കൂപ്പർ ആണല്ലോ. ബെന്നി, എനിക്ക് മിനി കൂപ്പറാ കിട്ടിയത്. കണ്ടോ, ബെന്നിക്ക് കിട്ടിയതിനേക്കാളും അടിപൊളി കാറാണ് എനിക്ക് കിട്ടിയത്. എന്റെ ഫേവറേറ്റ് കാറിൽ ഒന്നാണ് ഈ മിനി കൂപ്പർ. അത് മോഡിഫൈഡ്, കണ്ടില്ലേ, ബ്ലൂ ആൻഡ് റെഡ് കളറാ. ഓക്കെ, ഞാൻ ഇത് എടുത്തിട്ട് അവിടെ വെക്കട്ടെ. എടാ ഷിൻജാനെ നീയാണ് എടുത്തിട്ട് അവിടെ വെക്കുന്നത്, ഞാൻ വെച്ച് തരാടാ. വേണ്ട, എന്റെ മിനി കൂപ്പർ ഞാൻ ഓടിച്ചോളാം. വേറെ ആരും ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ഞാൻ എന്റെ കാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. കണ്ടില്ലേ, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളത് എന്റെ കാറിനാ. എന്റെ പൊന്നു, ഞാനൊരു കാര്യം മറന്നുപോയി. എന്റെ ആക്ഷൻ ക്യാമൻ ബോക്സ് അവിടെ ഉണ്ട്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇനി അതേ ഞാൻ ഓപ്പൺ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 2 ബോക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അത് പോപ്പി തുറന്നോട്ടെ. എടാ ഷിൻജാൻ, എന്നാ ആക്ഷൻ ക്യാമൻ ബോക്സിനുള്ളിൽ എന്താണെന്ന് പോയി വേഗം നോക്ക്. അതെടാ ഷിൻജാനെ, നിന്റെ ഫേവറേറ്റ് ആക്ഷൻ ക്യാമൻ. അതുകൊണ്ട് നീ ആ ബോക്സ് തന്നെ തുറക്കേണ്ടത്. അപ്പൊ ഞാൻ പോയിട്ട് ആ ബോക്സ് തുറക്കട്ടെ. പിന്നെ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്. അതിൽ എന്തായിരിക്കും ഉള്ളതെന്ന് അറിയാൻ എനിക്ക് ക്യൂരിയോസിറ്റി കൂടുതലാ. അല്ല, ഇതിന്റെ മണ്ടയ്ക്ക് കാറാണെങ്കിൽ ഇപ്പൊ ഞാൻ അത് എങ്ങനെ ഇങ്ങോട്ടേക്ക് ഇറക്കും? കാറാണെങ്കിൽ ഇവിടുന്ന് ഇറക്കുമ്പോൾ അത് വീണ് ഡാമേജ് ആവാൻ വളരെ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഒരു ബ്ലാസ്റ്റർ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഒന്ന് റൈറ്റ് സൈഡിൽ വെക്കാം. ഇവിടെ എത്തുന്നില്ല, കുഴപ്പമില്ല, ഇവിടുന്ന് അങ്ങ് ത്രോ ചെയ്യാം. ഓക്കെ, ഒന്ന് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഒന്ന് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇത് മതി. ഇനി അധികം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ബ്ലാസ്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇവിടെ മാറി നിന്നിട്ട് വേഗം ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അത് ഓപ്പൺ ആയിട്ടുണ്ടാവോ? നോക്കട്ടെ. അല്ല, ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അതിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കണം. ഇതിന്റെ ഉള്ളിലേടാ, ഇത് ആക്ഷൻ ക്യാമൻ സ്യൂട്ട് അല്ലേ? എന്റെ മോനെ, എനിക്ക് ആക്ഷൻ ക്യാമൻ സ്യൂട്ട് കിട്ടി. ബെന്നി, നിങ്ങളിത് കണ്ടോ? ഓക്കെ, ഇനി ഈ സ്യൂട്ട് എടുത്തിട്ട് നമുക്ക് താഴെ എത്തിക്കണം. എടാ ഷിൻജാനെ, നിനക്ക് കോൾ അടിച്ചല്ലോ. നിനക്ക് വേണ്ടിയിട്ടായിട്ട് മാത്രമാണ് ആ കണ്ടെയ്നർ അവിടെ വെച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് പറയാനാ ബെന്നി, ഞാൻ രക്ഷപ്പെട്ടു. അടുത്തത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യും. അല്ല, അടുത്തത് പോപ്പിയല്ലേ ഓപ്പൺ ചെയ്യേണ്ടത്. എടാ പോപ്പി, അപ്പൊ നീ ഓപ്പൺ ചെയ്തോ. ഇനി ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. എടാ ഷിൻജാനെ, ഞാൻ തന്നെ ഇനി കണ്ടെയ്നർ ഓപ്പൺ ചെയ്യേണ്ടത്. എന്റെ അടുത്തുള്ളത് ഈ കണ്ടെയ്നർ. അതുകൊണ്ട് ആദ്യം തന്നെ ഈ കണ്ടെയ്നർ ഓപ്പൺ ചെയ്യാം, ഹാളൻഡിന്റെ. ഓക്കെ, ബെന്നി ഇങ്ങോട്ടേക്ക് മാറി. എനിക്ക് ബ്ലാസ്റ്റർ വെക്കണം. ഓക്കെ, ഇവിടുന്ന് എറിയാം. ഒന്ന് അവിടെ എറിഞ്ഞു, 2 ഇവിടെ എറിഞ്ഞു. മതി. ഓക്കെ, അത്രയും മതി. ബെന്നി, ഷിൻജാനെ വേഗം ഇങ്ങോട്ടേക്ക് വാ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കും. വേഗം വാ ഇങ്ങോട്ടേക്ക്. എടാ പോപ്പി, ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കില്ല, ഞങ്ങളിത് എത്തി. ഇനി ബ്ലാസ്റ്റ് ചെയ്യിപ്പിച്ചോ. ഓക്കെ, അങ്ങനെ എന്റെ ബോക്സ് ആയിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി പോയിട്ട് നോക്കട്ടെ എന്താണെന്ന്. എന്റെ മോൻ, എന്റെ ബോക്സിൽ ഇതെന്താടാ, ചെറിയ സ്കൂട്ടറോ? എടാ, ഇതെന്താടാ, ബഗ്ഗിയോ? ഇതെന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് എനിക്ക് പറ്റിയത് തന്നെയാ. നോക്കട്ടെ, കയറി ഓടിച്ചു നോക്കാം. എടാ ശരിയാ, ഇത് എനിക്ക് പറ്റിയൊരു വണ്ടിയാ. ഓക്കെ, നല്ല രസമുണ്ട് ഓടിക്കാൻ. എടാ ഷിൻജാനെ, ഇത് കണ്ടോ നീ? നിന്നെക്കാളും നല്ല വണ്ടി എനിക്ക് കിട്ടിയത്. ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ടല്ലോ, ഇതെന്താ? അയ്യോ, എടാ ഇത് കൊള്ളാലോ. ഈ സ്വിച്ച് നിൽക്കുമ്പോ വണ്ടി താനെ മുന്നോട്ട് പോകുന്നുണ്ട്. അയ്യോ, ഇടിച്ചു. എടാ പോപ്പി, നീ ആദ്യം ഓടിക്കാൻ പഠിച്ചിട്ട് കയറിയിരുന്ന് ഓടിക്കുക. എടാ, അതൊന്നും തട്ടിയിടല്ല പോപ്പി. എടാ, ഇവൻ ഈ വണ്ടി കിട്ടി ഇവിടെ ഉള്ളത് മുഴുവൻ നശിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. അയ്യോ, ഞാൻ വീണേ. എടാ, വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും ഇവൻ അറിയത്തില്ല, എന്നിട്ടാ വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചിട്ട് ഓടിക്കാം. ഇനി അടുത്തത് എവിടെ ഉള്ളതെന്റെ? ഇനി ഞാൻ എവിടെ പോയിട്ട് ഓപ്പൺ ചെയ്യേണ്ടത്? എടാ, അതിന്റെ മുകളിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. എനിക്കൊന്നും പറ്റത്തില്ല അതിന്റെ മുകളിൽ കയറാൻ. ബെന്നി, നീ കയറിയിട്ട് എനിക്കത് എടുത്തത് എന്താണെങ്കിലും. ബെന്നി, അത് പോപ്പിക്ക് കയറാൻ പറ്റത്തില്ല. അതുകൊണ്ട് ബെന്നി കയറിയിട്ട് എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ കയറിയിട്ട് എടുക്കാം. എടാ, അതുകൊണ്ടാണ് ഷിൻജാൻ, അത് ഞാൻ കയറി തന്നെ എടുക്കാം. ഓക്കെ, ആക്ഷൻ ക്യാമന്റെ വെച്ചത് ഓക്കെ, ഷിൻജാൻ ഓടി ഉള്ളതുകൊണ്ട്. പിന്നെ ഈ ഐഷോ സ്പീഡിന്റെ എന്തിനാ വെച്ചത് എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും പോയിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു ബ്ലാസ്റ്റർ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഒന്ന് റൈറ്റ് സൈഡിൽ ഞാൻ എപ്പോഴും വെക്കുന്നതിൽ ഇവിടെ ഇരിക്കട്ടെ. പിന്നെ ഒന്ന് അടിയിൽ എപ്പോൾ ഞാൻ വെക്കുന്നത്. ഓക്കെ, ഇത് 3 മതി. ഇനി ഇങ്ങോട്ടേക്ക് മാറി നിന്നിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അങ്ങനെ അതും ബ്ലാസ്റ്റ് ആയി. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഓപ്പൺ ആയിട്ടുണ്ടെന്നാ. അതെ, ശരി, ഓപ്പൺ ആയിട്ടുണ്ട്. എടാ, ഇത് നമ്മുടെ ജെറ്റ് പാക്ക് അല്ലേ? ഇതുകൊണ്ട് ഫ്ലൈ ചെയ്യാനേ പറ്റത്തുള്ളൂ, ഓടിക്കാൻ പറ്റത്തില്ല. പോപ്പിക്കാണെങ്കിൽ വണ്ടി ഓടിക്കാൻ തന്നെ അറിയില്ല, എന്നിട്ടാണ് ഇത് വെച്ച് ഫ്ലൈ ചെയ്യുന്നത് അവൻ. ഏതായാലും ഇത് ഇവിടെ നിന്ന് ഇറക്കണം. അതുകൊണ്ട് ഞാൻ തന്നെ ഇട്ടിട്ട് ആദ്യം ഉദ്ഘാടനം കഴിക്കാം. ഓക്കെ, ഇത് കാണാനൊക്കെ കൊള്ളാം, പക്ഷെ ഫ്ലൈ ചെയ്ത് ഇതുവരെ ഞാൻ നോക്കിയിട്ടില്ല. ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഫ്ലൈ ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇതല്ലേ സ്വിച്ച്. ഓക്കെ, കറങ്ങി കൺട്രോളൊക്കെ എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് പിടിച്ച് മുന്നോട്ടാക്കുമ്പോൾ ഇതുപോലെ മുന്നോട്ട് പോകും. പിന്നെ ബാക്കോട്ടാക്കണമെങ്കിൽ തിരിച്ചിങ്ങോട്ടേക്കാക്കോ. ഓക്കെ, ഇത് എളുപ്പമാണ്. ഇനി
ഞാനൊന്ന് ഫ്ലൈ ചെയ്ത് നോക്കാം. എടാ ഇത് ഇങ്ങനെയാണോ? അല്ലേ, ഇതെന്താടാ ഇങ്ങനെ നിൽക്കുന്നത്? എടാ ഇതെന്താടാ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്? ഓക്കെ, റെഡി ആയിട്ടുണ്ട്. എടാ ഓക്കെ, മനസ്സിലായി. ഇത് വളരെ സ്മൂത്ത് ആയിട്ട് വേണം നമുക്ക് കൺട്രോൾ ചെയ്യാൻ. അതായത് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും. ഓക്കെ, അധികം ഫ്ലൈ ചെയ്യണ്ട, എനിക്ക് അറിയാത്തത്. അതുകൊണ്ട് പതുക്കെ കുറച്ചും കൂടി ഉയരത്തിൽ പോയിട്ട് നോക്കട്ടെ. ഫ്ലൈ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഓ, ഇങ്ങനെയാണല്ലേ ഫ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, മതി. അധികം ദൂരെ പോയാൽ പിന്നെ വീട്ടിലേക്ക് നേരെ ചൊവ്വ എത്താൻ പറ്റില്ല. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം. എടാ ഇത് എനിക്ക് ഫ്ലൈ ചെയ്യാൻ തന്നെ പറ്റുന്നില്ല, എന്നിട്ടാണ് പോപ്പി ഇതുകൊണ്ട് ഫ്ലൈ ചെയ്യാൻ പോകുന്നത്. എടാ ഇത് അങ്ങോട്ടേക്ക് വളയ്ക്കുമ്പോൾ ഇങ്ങോട്ടേക്കാണല്ലോ പോകുന്നത്. ഇതെന്താടാ ഇങ്ങനെ? ഇതൊന്നും പെട്ടെന്ന് കൺട്രോൾ ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ഇത് പതുക്കെ ഇങ്ങനെ അവിടെ ഇറക്കിയിട്ട് നൈസായിട്ട് ഇത് അവിടെ ഇങ്ങനെ വെക്കാം. പോപ്പിക്ക് പോയിട്ട് എനിക്ക് പോലും ഓടിക്കാൻ പറ്റുന്നില്ല. വേഗം ഇങ്ങോട്ടേക്ക് പോയി, എനിക്കും പോപ്പിക്കും അത് ഫ്ലൈ ചെയ്യിപ്പിക്കണം. എടാ ഷിൻജാൻ, ആദ്യം ഞാൻ ഇത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് താഴെ ഇറക്കട്ടെ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കും ഓടിക്കണോ വേണ്ടിയോന്ന്. പിന്നെ വേഗം ഇറങ്ങിയത് എന്റെ ജെറ്റ് പാക്ക്, എനിക്ക് അതിൽ ഫ്ലൈ ചെയ്യണം. എടാ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ രക്ഷപ്പെട്ടു. എടാ ഷിൻജാനെ പോപ്പി, നിങ്ങൾ അതിലൊക്കെ പോകുന്നത് കൊള്ളാം, പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. എന്നാ എന്റെ ആക്ഷൻ ക്യാമറ ഈ സൂട്ട് നമുക്ക് നോക്കാം ഇപ്പൊ. ഓക്കെ, അങ്ങനെ വല്ല നല്ല കാര്യങ്ങളും ചെയ്യുക, അല്ലാതെ അതിന്റെ ബാക്കിലെ പോയി പിന്നെ വരുത്തുണ്ടാവില്ല. എന്നാ ബെന്നി പോപ്പി, ഞാൻ എന്റെ സ്യൂട്ട് ഇടാൻ പോവുകയാണ്. ഇതാ ഇട്ട് കഴിഞ്ഞു. എടാ ഈ സ്യൂട്ട് ഇട്ടത് കൊണ്ട് എനിക്ക് ആക്ഷൻ ക്യാമറയുടെ എല്ലാ പവറും കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊന്ന് പരീക്ഷിച്ച് നോക്കണം ബെന്നി. അപ്പൊ ഞാൻ ഈ പവർ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവാണ്. എടാ ഷിൻജാന, നിന്നെക്കൂടി ഇതൊക്കെ പറ്റുമോ? അതൊക്കെ ബെന്നി കണ്ടോ, ഞാനിപ്പോ എന്റെ പവർ ഓൺ ആക്കാൻ പോവാണ്. ഇതേ പവർ ഓൺ ആക്കി. ഇനി എനിക്ക് സ്പീഡിൽ ഓടാൻ കഴിയും, സ്പീഡിൽ ജമ്പ് ചെയ്യാൻ പറ്റും, എല്ലാ സ്പീഡിലും. ഓക്കെ, ഇതൊന്നും സ്പീഡ് പോരാ. ഓക്കെ, സ്പീഡ് കൂട്ടട്ടെ. ഇതാണ് എന്റെ റിയൽ സ്പീഡ്, കണ്ടോ? ആക്ഷൻ ക്യാമൻ. ഇനി സ്യൂട്ടിന്റെ പഞ്ചിങ് പവർ നോക്കണം. ഓക്കെ, ഈ കാറിനെ ഒന്ന് ഇടിച്ചു നോക്കാം. ഓ ടിഷ്യൂ. ഓക്കെ, ഇത് കണ്ടിട്ട് എല്ലാവരും പേടിച്ചു. ആരും പേടിക്കണ്ട, ഞാൻ ശത്രുവല്ല, ഞാൻ നിങ്ങളുടെ എല്ലാം മിത്രമാണ്. ഇനി ഞാൻ ആരും ഉപദ്രവിക്കില്ല വെറുതെ. ഓക്കെ, ഞാനെന്ന് എന്റെ പവർ പരിശോധിച്ചതാ. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, മോശമായിപ്പോയി. അവിടെ ഒരു ചേട്ടാ സ്മോക്ക് ചെയ്യുന്നുണ്ടല്ലോ. ചേട്ടാ, സ്മോക്കിംഗ് ഇങ്ങനെയൊന്നും ചെയ്യരുത്. സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. നീ ആരാടാ എന്നോട് ഇത് പറയാൻ? പോടാ അങ്ങോട്ട്. ഒരു നല്ല ഉപദേശം തന്നതിന് എന്നെ ഇടിക്കാൻ നോക്കുന്നു. എന്നാ ഇതാ പിടിച്ചോ ചേട്ടാ. ഞാൻ പറഞ്ഞില്ലേ സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന്. ഇപ്പൊ ചേട്ടൻ അത് കാരണമല്ലേ ഈ അടി കിട്ടുന്നത്. ഓക്കെ, എല്ലാം ഇവിടെ കിടക്കട്ടെ. എന്റെ പൊന്നെ, ഇത്രയും പവർ ഉണ്ടായിരുന്നു എനിക്ക്. അയ്യോ, സമയം ഒരുപാട്. ഞാൻ ബെണ്ണിയുടെ അടുത്തേക്ക് പോട്ടെ, ഇല്ലെങ്കിൽ ബെണ്ണി എന്നെ അന്വേഷിച്ച് വരൂ. എന്റെ പൊന്നെ, വേഗം ബെണ്ണിയുടെ അടുത്തേക്ക് പോവാ. ഇതാ ബെണ്ണി, ഞാൻ എത്തിക്കഴിഞ്ഞു. ഇവിടെ ബെണ്ണിനെ കാണുന്നില്ലല്ലോ. എടാ പോപ്പി, ബെണ്ണി അവിടെ പോയി? ബെണ്ണിനെ കാണുന്നില്ലല്ലോ. എടാ ഷിൻജാനെ, ബെണ്ണി നിന്നെ അന്വേഷിച്ച് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതേ ബെണ്ണി വരുന്നുണ്ട് ഇങ്ങോട്ടേക്ക്. എടാ ഷിൻജാന, സത്യം പറഞ്ഞു, ഈ സ്യൂട്ടിട്ട് പോയിട്ട് നീ എന്ത് തൊട്ടിത്തരാടാ കാണിച്ചേ? അയ്യോ ബെണ്ണി, ഞാനൊന്നും കാണിച്ചില്ല, ഒരു ചേട്ടനെ ഉപദേശിച്ചു. എടാ ഷിൻജാന, നീ എന്നെ ഉരുട്ടിയിടല്ലടാ, എന്തോ നടയി കാണിക്കുന്നത്. അയ്യോ ബെണ്ണി, ഞാനല്ല, അത് ഈ സ്യൂട്ടിന്റെ പവറാണ്. എടാ ഷിൻജാന, മതി മതി, ഈ സ്യൂട്ട് വേഗം ഉരിക്കോ, ഇല്ലെങ്കിൽ ഇതുപോലെ ഞാൻ വീണോണ്ടേ ഇരിക്കും. ഈ സ്യൂട്ട് ആവശ്യത്തിന് മാത്രം എടുത്തിട്ടാ മതി. അപ്പൊ ഗയ്സ്, ഞാൻ ഈ സ്യൂട്ട് വരാൻ പോവാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കില്ലേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.